ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാനില സ്പോഞ്ച് കേക്കാണ്. ഇത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും 1.5 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെജിറ്റബിൾ ഓയിലും 1/4 കപ്പ് മിൽക്കും 5 മുട്ടയും 3 ടേബിൾ സ്പൂൺ വാനില എസൻസും 1.5 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോറും ബേക്കിംഗ് പൗഡർ ഇട്ട് അരിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ അരിച്ചെടുക്കണം. ഇതിലേക്ക് ഈ ഓയിൽ ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ വേണം ഉപയോഗിക്കേണ്ടത്. ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന 5 മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു ബീറ്റർ ഉപയോഗിച്ച് ഈ എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റായി വരുമ്പോഴേക്ക് നമുക്ക് പഞ്ചസാര കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റായി വന്ന ശേഷം ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് പതുക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് ഒഴിച്ച് ഇതൊന്നും കൂടി ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ട്രേയുടെ പകുതി ഭാഗം മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 പാക്കറ്റ് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 കപ്പ് ഉപ്പ് വരും. ഈ ഉപ്പിൻ്റെ പുറത്താണ് ബേക്ക് ചെയ്യാനുള്ള പാത്രം നമ്മൾ വെക്കുന്നത്. ഉപ്പിട്ട ശേഷം കുക്കർ മൂടിയിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കണം. വെയിറ്റ് വെക്കാൻ പാടില്ല. കുക്കർ നല്ല ചൂടായി വരുമ്പോഴേക്ക് ഇതിൽ നിന്ന് ആവി വരും. ഈ സമയം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് കേക്കിൻ്റെ മിക്സ് വെച്ചു കൊടുക്കാം. കുക്കർ തുറന്ന ശേഷം ഒരു ലെവൽ പ്ലേറ്റ് ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം. അതിന് പുറത്തേക്ക് ഈ ബേക്ക് ചെയ്യാനുള്ള ട്രേ ഇറക്കി കൊടുക്കാം. കുക്കറിൻ്റെ വാഷർ നമ്മൾ ഊരത്തില്ല. ഇനി ഈ കുക്കർ മൂടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ
30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് ഉപയോഗിക്കത്തില്ല. ഇതിവിടെ 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. കേക്ക് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റാം. കേക്ക് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടിയിലൊന്നും ഇതൊട്ടും അടുക്കി പിടിച്ചിട്ടില്ല. സ്പോഞ്ച് കേക്ക് ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണിത്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.